നമസ്കാരം. കപ്പൽ മാർഗമുള്ള ചരക്ക് കടത്ത് സംബന്ധിച്ച് ഇന്ത്യ സുപ്രധാനമായ ഒരു നടപടിയിലേക്ക് പോകുന്നു. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. അതിനെക്കുറിച്ച് വിശദമായി പറയാനാണ് ശ്രമിക്കുന്നത്. വിദേശ കപ്പലുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ചരക്ക് കൂലി ഇനത്തിൽ പുറത്തേക്ക് പോകുന്ന വലിയ തുക ലാഭിക്കുന്നതിനുമായിട്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ വാണിജ്യ കപ്പൽ വ്യൂഹത്തിലേക്ക് 100 പുതിയ ചരക്ക് കപ്പലുകളെ കൂടി ചേർക്കാൻ ഒരു പദ്ധതി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സാഗർ സംവാദ് എന്ന് പറയുന്ന സമ്മേളനത്തിലാണ് ഷിപ്പിംഗ് മന്ത്രാലയം ഈ ഒരു നിർണായക പ്രഖ്യാപനം നടത്തിയത്. നമുക്ക് ഒരു ദീർഘകാല പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര് മാരിടൈം അമൃത് കാൽ വിഷൻ 2047 എന്നാണ്. അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 2047ഓടെ ലോകത്തിലെ ഏറ്റവും മികച്ച 5 കപ്പൽ ഉടമസ്ഥതയുള്ള രാജ്യങ്ങളിലൊന്നായി മാറുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതിലേക്കുള്ളൊരു നിർണായക ചുവടുവെപ്പായിട്ടാണ് ഈ ഒരു നടപടിയെ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ, ഗ്യാസ്, കൽക്കരി, വളം തുടങ്ങിയ നിർണായക ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്നതിനായി പ്രതിവർഷം $75 ബില്യൺ, ഏകദേശം 6 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ വിദേശ കപ്പൽ കമ്പനികൾക്ക് അവരുടെ ഫ്രൈറ്റ് ചാർജായി, കടത്തുകൂലിയായിട്ട് നൽകി വരുന്നത്. പുതിയ കപ്പലുകൾ വരുന്നതോടെ ഈ ഭീമമായ തുക ലാഭിക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിദേശ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ റീഫ്ലാഗ് ചെയ്ത്, അപ്പോൾ ഈ റീഫ്ലാഗ് എന്തെന്നാൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കപ്പൽ അവിടെയുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കി ഇന്ത്യയിലേക്ക് അതിൻ്റെ പൂർണ്ണമായ രേഖകൾ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് റീഫ്ലാഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യൻ പതാകയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യാനും ആഭ്യന്തര കപ്പൽ നിർമ്മാണം ശക്തമാക്കാനും ഇപ്പോൾ സർക്കാർ പദ്ധതി ഇടുന്നുണ്ട്. നിലവിൽ ഇന്ത്യക്ക് ഏകദേശം 1600ഓളം സ്വന്തം ചരക്ക് കപ്പലുകളുണ്ട്. അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ പതാകയ്ക്ക് കീഴിൽ സർവീസ് നടത്തുന്ന 1600ഓളം ചരക്ക് കപ്പലുകളാണുള്ളത്. 200-ലധികം ഷിപ്പിംഗ് കമ്പനികളും അനുബന്ധ മാരിടൈം സർവീസ് ഓർഗനൈസേഷനുകളും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുമുണ്ട്. നിലവിൽ വിദേശ കപ്പലുകളെ അപേക്ഷിച്ച് ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ പ്രവർത്തിക്കുന്നതിന് 16 മുതൽ 20% വരെ അധിക ചെലവ് വരുന്നുണ്ട്. അത് നികുതി നിരക്കുകൾ, നാവികരുടെ വേതനം, മെയിൻ്റനൻസ് ചെലവ് എന്നിവയാണ് ഇതിന് കാരണം. ഇത് പരിഹരിക്കാൻ സാമ്പത്തിക പരിഷ്കാരങ്ങളും ഇളവുകളും ഈ പറയുന്ന പുതിയ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇന്ത്യ നിയമങ്ങൾ പൂർണ്ണമായും ഉദാരമാക്കിയാൽ വിദേശ കപ്പലുകൾ ഇന്ത്യയിൽ വന്ന് അത് ഇന്ത്യൻ രജിസ്ട്രിയിലേക്ക് മാറ്റുക, അത് നേരത്തെ പറഞ്ഞ റീഫ്ലാഗിങ് അവർ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുക. മുമ്പ് കപ്പൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് പൂർണ്ണമായും ഇന്ത്യൻ പൗരന്മാരുടെയോ കമ്പനികളുടെയോ ഉടമസ്ഥതയിലായിരിക്കണമെന്നായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ OCI, വിദേശ പങ്കാളിത്തമുള്ള ജോയിൻറ്റ് വെഞ്ചറുകൾ എന്നിവർക്കും കപ്പലുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. ഇപ്പോൾ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി വഴി കപ്പലുകൾ ലീസ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന കപ്പലുകൾക്ക് കടുത്ത ആഭ്യന്തര ലൈസൻസിംഗ് നിയമങ്ങളിൽ നിന്ന് പൂർണ്ണ ഇളവും നൽകിയിട്ടുണ്ട്. പനാമയോ ലൈബീരിയോ നൽകുന്നതിന് സമാനമായ സ്വാതന്ത്ര്യം കപ്പൽ കമ്പനികൾക്ക് നൽകാനും നമ്മൾ പദ്ധതിയിടുന്നുണ്ട്. ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനികൾ തങ്ങളുടെ കപ്പലുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം ഈ പനാമ, ലൈബീരിയ, മാർഷൽ ഐലൻഡ്സ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന പ്രവണതയെ ആഗോളതലത്തിൽ വിളിക്കുന്ന പേരാണ് ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ്. നമുക്ക് സൗകര്യമുള്ള രാഷ്ട്രത്ത്, നമുക്ക് ഏറ്റവും സ്വീകാര്യമായ വ്യവസ്ഥകളുള്ള രാജ്യത്ത് പോയി രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയുക. ഈ രാജ്യങ്ങൾക്ക് സ്വന്തമായി വലിയ കപ്പലുകളോ കപ്പൽ കമ്പനികളോ ഇല്ലെങ്കിലും വിദേശ കപ്പലുകൾക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ പതാകയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവാദം നൽകി ഇവർ വലിയ തുക സമ്പാദിക്കുന്നുമുണ്ട്. കപ്പലിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള രജിസ്ട്രേഷൻ ഫീസ്, വാർഷിക ടൺ നികുതി, കപ്പൽ പരിശോധനയ്ക്കുള്ള ഫീസ് എന്നിവ വഴിയാണ് ഈ രാജ്യങ്ങൾ പണം കണ്ടെത്തുന്നത്. ഇപ്പോൾ പനാമയാണ് ഈ കാര്യത്തിൽ മുൻപിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ രജിസ്ട്രേഷൻ ശൃംഖലയുള്ള രാജ്യമാണിത്. ആഗോള കപ്പലുകളുടെ വലിയൊരു പങ്ക് പനാമയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കപ്പൽ രജിസ്ട്രേഷൻ വഴി പ്രതിവർഷം 100 കണക്കിന് ദശലക്ഷം ഡോളറാണ് ഈ രാജ്യം സമ്പാദിക്കുന്നത്. ഇപ്പോൾ പനാമ കനാൽ എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. ആ പനാമ കനാലിന് ശേഷം ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സു കൂടിയാണ് ഈ രീതിയിൽ കപ്പലുകൾ ആ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. മറ്റൊരു പ്രമുഖ രാജ്യം ലൈബീരിയയാണ്. ആഫ്രിക്കൻ രാജ്യമായ ലൈബീരിയ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കപ്പൽ രജിസ്ട്രേഷൻ രാജ്യമാണ്. കപ്പൽ രജിസ്ട്രേഷൻ വഴി അവർ പ്രതിവർഷം $20 ദശലക്ഷം സമ്പാദിക്കുന്നു എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക്.
ഈ മാർഷൽ ഐലൻഡ്സ് ഈ കപ്പൽ രജിസ്ട്രേഷൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് പോലും. പസഫിക് സമുദ്രത്തിലെ ഈ ചെറിയ ദ്വീപ് രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം നിലനിൽക്കുന്നത് കപ്പലുകളുടെയും ആഡംബര ബോട്ടുകളുടെയും രജിസ്ട്രേഷനിൽ നിന്നുള്ള പണം കൊണ്ടാണ്. ഈ പനാമയോ മാർഷൽ ഐലൻഡ്സോ പോലെ വെറും നികുതി ഇളവ് നൽകുന്ന രാജ്യമല്ല ഇന്ത്യ. അപ്പോൾ അതാണ് ഈ നമ്മുടെ രാജ്യത്ത് റീഫ്ലാഗിങ്ങിന് ഏറ്റവും വലിയ ഒരു അവസരമായി വരുന്നത്. കാരണം ഇന്ത്യക്ക് സ്വന്തമായി വലിയൊരു ചരക്ക് നീക്ക വിപണിയുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ രജിസ്ട്രേഷൻ മാത്രമുള്ളെങ്കിൽ ഇവിടെ ആ കമ്പനികൾക്ക് വന്നാൽ വലിയൊരു വിപണി സാധ്യതയുണ്ട്. ഭീമമായ ഇറക്കുമതിയും കയറ്റുമതിയും നമ്മുടെ രീതിയിൽ നടക്കുന്നുമുണ്ട്. മറ്റൊരു ആകർഷക സംഗതിയാണ് റൈറ്റ് ഓഫ് ഫസ്റ്റ് റിഫ്യൂസൽ. അതായത് ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്കാണ് ഇന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്കുകൾ എടുക്കാൻ ആദ്യ മുൻഗണന ലഭിക്കുന്നത്. ഈ വലിയ വിപണിയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കാൻ വിദേശ കമ്പനികൾ തങ്ങളുടെ കപ്പലുകൾ അപ്പോൾ തന്നെ ഇന്ത്യൻ പതാകയിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്തുകൊണ്ട്, അതായത് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പല കമ്പനികളും നേരത്തെ വിദേശ രാജ്യങ്ങളിൽ പോയി രജിസ്റ്റർ ചെയ്യാനായിട്ട് അതിൻ്റെ തക്കതായ കാരണങ്ങളുണ്ടാകുമല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ മർച്ചൻ്റ് ഷിപ്പിംഗ് നിയമപ്രകാരം കപ്പൽ രജിസ്ട്രേഷനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും കടുത്ത നിയന്ത്രണങ്ങളും കടുപ്പമേറിയ നിയമ നടപടികളുമാണുള്ളത്. എന്നാൽ പനാമ പോലുള്ള രാജ്യങ്ങൾ വളരെ ലളിതമായ നിയമങ്ങളും കുറഞ്ഞ ബ്യൂറോക്രസിയും മാത്രമാണ് പിന്തുടരുന്നത്. ഇത് കപ്പലുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എളുപ്പമാക്കും. വിദേശ പതാകയുള്ള കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികർക്ക് ആദായ നികുതിയിൽ ഇളവ് ലഭിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിലെ ജീവനക്കാർക്ക് ഇന്ത്യയിലെ കടുത്ത ആദായ നികുതി നിയമങ്ങൾ ബാധകവുമാണ്. തങ്ങളുടെ ജീവനക്കാരെ നിലനിർത്താൻ കമ്പനികൾ ഏകദേശം 30% വരെ അധിക ശമ്പളം നൽകേണ്ടിയും വരും. ഇത് കമ്പനികളുടെ സാമ്പത്തിക ബാധ്യതയായി മാറും. അതുകൊണ്ട് അവർ വിദേശത്ത് പോയി രജിസ്റ്റർ ചെയ്യും. ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിൽ നിർബന്ധമായും ഇന്ത്യൻ നാവികരെയും ജീവനക്കാരെയും മാത്രമേ നിയമിക്കാവൂ എന്ന നിയമമുണ്ട്. എന്നാൽ വിദേശ രജിസ്ട്രേഷനുള്ള ഓപ്പൺ രജിസ്ട്രികളിൽ ഉള്ളതാണെങ്കിൽ ലോകത്തെവിടെ നിന്നുമുള്ള കുറഞ്ഞ ശമ്പളമുള്ള ജോലിക്കാരെ നിയമിക്കാൻ കമ്പനികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് ജീവനക്കാരുടെ ശമ്പള ഇനത്തിലുള്ള ചെലവ് വലിയ രീതിയിൽ കുറയ്ക്കാൻ ഷിപ്പിംഗ് കമ്പനികളെ സഹായിക്കും. ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഇന്ധനത്തിനുമേൽ പ്രാദേശിക നികുതികൾ ഉള്ളതിനാൽ അന്താരാഷ്ട്ര നിരക്കിനേക്കാൾ വലിയ തുക നൽകേണ്ടി വരും. വിദേശ പതാകയുള്ള കപ്പലുകൾക്ക് ആഗോള വിപണിയിലെ കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ കമ്പനികൾ നിർബന്ധിതമാകുന്നൊരവസ്ഥയുണ്ടാകും. ഇന്ത്യയിൽ കപ്പൽ വാങ്ങുന്നതിനായി ലഭിക്കുന്ന ലോണുകളുടെ പലിശ നിരക്ക് വളരെ കൂടുതലാണ്. കൂടാതെ തിരിച്ചടവ് കാലാവധി കുറവുമാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ കപ്പൽ പണയപ്പെടുത്തി കുറഞ്ഞ പലിശയ്ക്ക് അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്ന് വായ്പകൾ എളുപ്പത്തിൽ ലഭ്യമാകും. കപ്പലുകൾ ഇറക്കുമതി ചെയ്യുമ്പോഴും, അതായത് വിദേശത്ത് നിന്നൊരു കപ്പൽ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വരുമ്പോഴും കപ്പൽ നിർമ്മാണ സാമഗ്രികൾ വാങ്ങുമ്പോഴും ഇന്ത്യയിൽ നൽകേണ്ടി വരുന്ന സംയോജിത GST കമ്പനികൾക്ക് വലിയൊരു അധിക ചെലവുമാണ്. അപ്പോൾ ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിലെ ഷിപ്പിംഗ് കമ്പനികൾ പോലും മറ്റു പല രാജ്യങ്ങൾ, പനാമ പോലെയുള്ള രാജ്യങ്ങളിൽ പോയി രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു നയപ്രകാരം ഈ നിയമങ്ങളിൽ, വ്യവസ്ഥകളിൽ വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ പുതുക്കിയെഴുത്ത് നടത്തുകയാണ്. അങ്ങനെ ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രമല്ല വിദേശ കമ്പനികൾക്ക് പോലും അവരിപ്പോൾ ആശ്രയിക്കുന്ന പനാമ പോലെയുള്ള രാജ്യങ്ങളിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ വന്ന് രജിസ്റ്റർ ചെയ്ത് ഈ നിയമം നൽകുന്ന അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ നൽകുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വലിയൊരു അവസരം കിട്ടും. അതുവഴി ആ രീതിയിലുള്ള വലിയ വരുമാനം നമുക്ക് കിട്ടുന്നതിനോടൊപ്പം നിലവിൽ നമ്മുടെ രാജ്യത്തുള്ള ഷിപ്പിംഗ് കമ്പനികൾ വിദേശത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന തുകയിൽ വലിയൊരളവ് നമ്മുടെ രാജ്യത്ത് തന്നെ കിട്ടാനുമുള്ള വലിയൊരു സാധ്യതയാണ് തുറന്നു കിട്ടുന്നത്.